യേശുവിൻ്റെ ദൗത്യം ആരംഭിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. മത്തായിയുടെ സുവിശേഷം പൊതുവെ പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമായിട്ട് ക്രിസ്തുവിൻ്റെ ജീവിതത്തെ അവതരിപ്പിക്കുന്ന ഒരു ശൈലി ഉണ്ട് എന്ന് നമുക്കറിയാം. ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത് പഴയ നിയമത്തിൻ്റെ മത്തായിയുടെ സുവിശേഷത്തിൽ 7ാമത്തെ പൂർത്തീകരണമാണ്. ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലം നമ്മളന്ന് എടുക്കുന്നതാണിത്. പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് യെശയ്യായുടെ പുസ്തകം 9ാമത്തെ അധ്യായം 1, 2 വാക്യങ്ങളാണ് നമ്മൾ 14, 15, 16 വാക്യങ്ങളിൽ നമ്മൾ വായിച്ചു കേട്ടത്. അതൊരു രാഷ്ട്രീയ പശ്ചാത്തലമാണ്. അവിടെ വിജാതീയരുടെ പ്രധാനപ്പെട്ട സ്ഥലമാണ് എന്ന് വെച്ച് യഹൂദരും അവിടെയുണ്ട്. പൊതുവെ സാമ്പത്തികമായും സാമൂഹ്യമായും അതിനേക്കാളേറെ ആത്മീയമായും ഇരുട്ടിൽ ആണ് ആ പ്രദേശത്തുള്ള ജനങ്ങൾ താമസിച്ചിരുന്നത്. ആ പശ്ചാത്തലത്തിലാണ് ഈശോ തൻ്റെ ദൗത്യത്തിൻ്റെ ആരംഭം അവിടെ നിന്ന് ആരംഭിക്കുക. 2 കാര്യങ്ങൾ അതിൽ സൂചന തരുന്നുണ്ട്. ഒന്നാമതായിട്ട് യേശുവിൻ്റെ രക്ഷ സാർവത്രികമാണ് എന്ന് സൂചിപ്പിക്കാൻ. മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോ 2 പ്രാവശ്യം തൻ്റെ ഈ യാത്ര ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ സുവിശേഷ യാത്ര ചെയ്യുന്നതായിട്ടാണ് സൂചിപ്പിക്കുക. അതിൻ്റെ 1ാമത്തെ യാത്രയുടെ ആരംഭമാണിത്. ഇത് നടക്കുന്നത് ഈ വിജാതീയരുടെ നാട്ടിൽ വെച്ചിട്ടാണ്. അതേസമയം 2ാമത്തെ ഈ യാത്ര ആരംഭിക്കുന്നത് ജെറൂസലേമിൽ വെച്ചിട്ട്. അപ്പോൾ ഈ 2 യാത്രകളുടെ സൂചന സ്വാഭാവികമായിട്ടും ഒന്ന് സാർവത്രികതയും മറ്റൊന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിനുള്ള ക്രിസ്തുവിൻ്റെ പ്രത്യേകമായ ശ്രദ്ധയുമാണ് എന്ന സാരം. അപ്പോൾ ഒന്നാമത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്: യേശുവിൻ്റെ രക്ഷ സാർവത്രികമാണ്. അത് വിജാതീയർക്കും ഇരുട്ടിൽ ജീവിക്കുന്നവർക്കും ഓരങ്ങളിൽ ജീവിക്കുന്നവർക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളുമുള്ളവർക്കുമൊക്കെ ഉദ്ദേശിച്ചാണ് എന്നുള്ളതാണ്. 2ാമത്തെ ഒരു കാര്യം ഇതാണ്: ഈ ദൗത്യം ആരംഭിക്കുമ്പോൾ ഇരുളിൽ വെളിച്ചമായിട്ടാണ് തമ്പുരാൻ മാറുന്നത് എന്നുള്ളത്. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്ക് ഗ്രീക്കിലെ ഫോസ് എന്ന് പറയുന്ന വാക്കാണ് പ്രകാശത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഈ വാക്കിനൊരു പ്രത്യേകതയുണ്ട്. പ്രകാശം നമ്മൾ കത്തിച്ച് ഉണ്ടാക്കുന്ന പ്രകാശമുണ്ട്. തിരിയോ അല്ലെങ്കിൽ വിറകോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കത്തിച്ചുണ്ടാക്കുന്ന പ്രകാശം, അതുണ്ടാക്കുന്ന പ്രകാശമാണ്. മനുഷ്യൻ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പ്രകാശമാണ്. നമുക്ക് പിന്നെ ഉള്ളത് നമുക്ക് ലൈറ്റുകളൊക്കെയാണ്. അത് ഉണ്ടാക്കുക എന്നതിനപ്പുറത്തേക്ക് അതിനെ ഓണാക്കുക എന്നുള്ള, അതിന് സാഹചര്യമൊരുക്കി കൊടുക്കുക എന്നുള്ളത്. ഈ 2 തരത്തിലുള്ള പ്രകാശങ്ങളെയും കെടുത്താൻ പറ്റുന്നത്. എന്നാൽ ഫോസ് എന്ന് പറയുന്ന പ്രകാശത്തെ ആരും ഉണ്ടാക്കുന്നതല്ല, അതിനെ ഒട്ട് കെടുത്താനും പറ്റില്ല, പക്ഷേ അതിനെ മറയ്ക്കാൻ പറ്റും. അപ്പോൾ അത്രയും പ്രത്യേകതയുള്ള ഒരു വാക്കാണ് ഫോസ് എന്ന് പറയുക. അതിനെ നമുക്ക് ഉദാഹരണത്തിന് എടുക്കാവുന്നത് സൂര്യൻ്റെ പ്രകാശം. അതാരും ഉണ്ടാക്കുന്നതല്ല, ആർക്കും കെടുത്താനും പറ്റില്ല, പക്ഷെ അതിന് മറുതലിച്ച് നിൽക്കാൻ പറ്റും, അതിന് മറയുണ്ടാക്കാൻ പറ്റും, പക്ഷേ ആ പ്രകാശത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ക്രിസ്തു പ്രകാശമാണ് എന്ന് പറയുമ്പോൾ ആർക്കും കെടുത്താൻ പറ്റാത്ത പ്രകാശമാണെന്നും അതിന് ആരും ഉണ്ടാക്കിയതല്ലെന്നും ഒക്കെയുള്ള സൂചനകൾ ഈ വാക്ക് നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുവാകുന്ന പ്രകാശത്തെ ആർക്കു വേണമെങ്കിലും ഉപേക്ഷിക്കാം, വേണ്ടെന്ന് വയ്ക്കാം, മറഞ്ഞു നിൽക്കാം, തിരിഞ്ഞു നിൽക്കാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ അതിനെ, ആ പ്രകാശത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല, വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ വിജാതീയർക്ക് അന്ന് അപ്പം തുടങ്ങി
ഈശോ പ്രസംഗിക്കാൻ ആരംഭിച്ചു എന്നത് ഒരു കാലപരിഗണന തരുന്നുണ്ട്. എപ്പോഴാണ് ആരംഭം? സ്നാപക യോഹന്നാൻ ബന്ധനസ്ഥനായി എന്ന് കേട്ടപ്പോഴാണ് ഈശോ പിൻവാങ്ങുക. ഈയൊരു പ്രയോഗമൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. യേശു മരുഭൂമിയിൽ പോയി, മരുഭൂമി എന്ന് പറയുന്നത് സാത്താൻ്റെ മേഖലയായിട്ടാണ് കണക്കാക്കുക. അവിടെയാണ് സ്നാപക യോഹന്നാൻ ഉപവസിച്ചത്. ആ സ്നാപക യോഹന്നാൻ അതിജീവനത്തിന് വേണ്ടി പരിശ്രമിച്ചതൊക്കെ അത് ആത്മീയ അതിജീവനത്തിൻ്റെ പ്രതീകമാണ്. മരുഭൂമിയിൽ ഉള്ള സ്നാപക യോഹന്നാൻ്റെ വാസം. യേശു മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ടതിന് ശേഷം, സാത്താനെ പരാജയപ്പെടുത്തിയ ശേഷമാണ് ഈ ദൗത്യം ആരംഭിക്കുന്നത് എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ തിന്മയുടെ ആവാസ കേന്ദ്രമായ മരുഭൂമിയിൽ അതിനെ പരാജയപ്പെടുത്തിയിട്ട് ഈശോ മനുഷ്യരുടെ ഇടയിലേക്ക് വരികയാണ്. മനുഷ്യരുടെ ഇടയിലേക്ക് വരുമ്പോൾ അത് ആത്മീയമായി ഔന്നത്യമുള്ള ജെറൂസലേമിൽ നിന്നല്ല ആരംഭിക്കുക, മറിച്ച് സാമ്പത്തികമായും സാമൂഹ്യമായും ആത്മീയമായും ഇരുട്ട് ബാധിച്ച സർവ മതത്തിലും ഗോത്രത്തിലും കുലത്തിലും പെട്ടവർ ജീവിക്കുന്ന സ്ഥലത്ത് നിന്ന് ക്രിസ്തുവിൻ്റെ ദൗത്യം ആരംഭിക്കുക. ഇത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. ഒപ്പം തന്നെ ആ ദൗത്യ ആരംഭം പ്രകാശമായിട്ടാണ് എന്നുള്ളതാണ്. ആ പ്രകാശത്തിൻ്റെ സൂചന നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അവരൻ്റെ ജീവിതത്തിലെ പ്രകാശമായി മാറേണ്ടതുണ്ട് നമ്മളെന്നൊരു താക്കീത് കൂടി ഇതിന് ഈ വചനം നമുക്ക് നൽകുന്നുണ്ട്. ഇനി ഇവിടെ പറയുന്ന ഒറ്റ സന്ദേശമേ ഉള്ളൂ. യേശുവിൻ്റെ ദൗത്യം ആരംഭിക്കുന്നത് രണ്ട് വാക്കുകൊണ്ടാണ്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മനസാന്തരപ്പെടുക. മത്തായിയുടെ സുവിശേഷം 3-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഇതേ വാക്ക് വള്ളി പുള്ളി വ്യത്യാസമില്ലാതെയാണ് സ്നാപക യോഹന്നാൻ പ്രസംഗിക്കുന്നത്. അതിൻ്റെ അർത്ഥം സ്നാപക യോഹന്നാൻ്റെ തുടർച്ചയാണ് യേശു എന്ന. ഒപ്പം പഴയ നിയമത്തിൻ്റെ കാലം സ്നാപകനിൽ അവസാനിച്ച് പുതിയ നിയമത്തിൻ്റെ വാതിൽ സ്നാപക യോഹന്നാനിലൂടെ ആരംഭിച്ചു എന്നാണ് സ്ഥലം. അപ്പോൾ ഈയൊരു മത്തായിയുടെ സുവിശേഷം 3-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം സ്നാപക യോഹന്നാൻ പറയുകയാണ്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുക. ഇവിടെ ക്രിസ്തുവും അതേ വാക്കുകൾ തന്നെയാണ് പറയുക. സ്വർഗരാജ്യത്തെ നമ്മൾ വളരെ ധ്യാനിക്കേണ്ടതാണ്. ഒരുപക്ഷെ നിങ്ങൾക്കത് തലേ കയറാൻ ഇത്തിരി പാടായതുകൊണ്ട് അതിലേക്ക് ഞാൻ അധികം ശ്രദ്ധ കൊണ്ടുപോകുന്നില്ല. ദൈവരാജ്യവും സ്വർഗരാജ്യവും രണ്ട് വാക്കുകൾ ബൈബിളിൽ മാറി മറഞ്ഞ് വരുന്നുണ്ട്. രണ്ടും രണ്ടർത്ഥത്തിലാണ് മനസ്സിലാക്കപ്പെടേണ്ടത്. സ്വർഗരാജ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ആത്മീയമായ സെറ്റപ്പാണെങ്കിൽ, ദൈവരാജ്യം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ 2-ാമത്തെ ആഗമനത്തിന് ശേഷം സമ്പൂർണമാകുന്ന ദൈവഭരണത്തിൻ്റെ സൂചനയാണ്. അത്രയും മാത്രം തൽക്കാലം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇവിടെ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ പൊരുളിതാണ്, നമുക്ക് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റി ദൈവത്തോടൊപ്പമായിരിക്കാൻ നമുക്കും ദൈവത്തിന് നമ്മോടൊപ്പമായിരിക്കാനുമുള്ള സാഹചര്യമായിരിക്കുന്നു, സമയമായിരിക്കുന്നു, സാധ്യതയായിരിക്കുന്നു എന്നാണ് അതിൻ്റെ സൂചന. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനി എന്താണ് ഈ സ്വർഗരാജ്യ പ്രാപ്തിക്ക് വേണ്ടത്? ഒറ്റ കാര്യമേ ആവശ്യമുള്ളൂ, അത് മാനസാന്തരമാണ്. മാനസാന്തരം എന്ന വാക്ക് ബൈബിളിലുടനീളം 110 പ്രാവശ്യം പറയുന്നുണ്ട്. ഈ 110 പ്രാവശ്യം ഇത് പറയുമ്പോൾ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ ഇത് പറയുന്നത് ഒരേ ടൈപ്പ് വാക്കല്ല, പലയിടത്തും പല ടൈപ്പ് വാക്കുകളാണ്. ഏതാണ്ട് 8 വാക്കുകൾ പുതിയ നിയമത്തിൽ ഈ മാനസാന്തരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഒന്നാമത്തേത് ഹെബ്രായ ഭാഷയിലുള്ള നാഹാം എന്ന വാക്കാണ്. നാഹാം എന്ന് വെച്ചാൽ
ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് വ്യാകുലപ്പെടുക എന്നാണ് അർത്ഥം. കൃത്യമായിട്ട് പറഞ്ഞാൽ വ്യസനിക്കുക അല്ലെങ്കിൽ നെടുവീർപ്പെടുക എന്ന വാക്ക് ആയിരിക്കും അതിന് ഏറ്റവും മലയാളത്തിൽ തർജ്ജമ ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത്. അത് മാനസാന്തരത്തിൻ്റെ പൂർണ്ണതയാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ അത് മാനസാന്തരത്തിൻ്റെ ഒരു ഭാവമാണ്. എൻ്റെ ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ഞാൻ ഈ വ്യസനിക്കുന്നു, ദുഃഖിക്കുന്നു എന്നതുകൊണ്ട് നമുക്കറിയാം ധൂർത്തപുത്രൻ്റെ ഉപമയിൽ ഈ പന്നിക്കൂട്ടിലിരുന്ന് അവൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്ര സുഖമായിട്ട് ജീവിച്ചതാണ്. ഈ ഒരു ഓർമ്മയാണ്, ഈ ഒരു തിരിച്ചറിവാണ് ഈ നാഹോം എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുക. രണ്ടാമത്തേത് ഹെബ്രായ ഭാഷയിൽ ഷുവാബ് എന്ന് പറയുന്ന വാക്കാണ്. ഷുവാബ് എന്ന് വെച്ചാൽ മനസ്സ് തിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊരു അത് രണ്ടാം ഘട്ടമാണ്. നെടുവീർപ്പെട്ട് വ്യസനിച്ചാൽ മാത്രം പോരാ, ഞാൻ ഇനി അങ്ങോട്ട് പോകും എന്നുള്ളൊരു മനസ്സിൻ്റെ തീരുമാനമാണ്. അപ്പം മനസ്സ് തിരിഞ്ഞു. ആ മനസ്സ് തിരിവിനെയാണ് ഷുവാബ് എന്ന് പറയുക. മൂന്നാമത്തേത് ഹെബ്രായ ഭാഷയിലുള്ള നോഹോം എന്ന വാക്കാണ്. നോഹോം എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത് സഹതപിക്കുക എന്നുള്ളത്. അതായത് നെടുവീർപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ അത് അല്പം കൂടിയ ഒരു തിരിച്ചറിവിൻ്റെ പേരാണ് ഈ വാക്കിൽ ഉദ്ദേശിക്കുക. നാലാമത്തേത് നിഹൂം എന്നുള്ള വാക്കാണ്. നിഹൂം എന്ന് വെച്ചാൽ അയ്യോ എന്നുള്ള ഒരു നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന കുറച്ചുകൂടി ആഴത്തിലുള്ള ഒരു തിരിച്ചറിവ്, വെളിപാട് എന്ന് വേണമെങ്കിൽ അതിനെ പറയാവുന്നതാണ്. അഞ്ചാമത്തേത് ഗ്രീക്ക് ഭാഷയിലുള്ള മെറ്റനോയിയോ എന്നുള്ള വാക്കാണ്. മെറ്റനോയിയോ എന്ന വാക്ക് പാപത്തോടുള്ള മനോഭാവത്തിൻ്റെ മാറ്റമാണ്. പാപത്തെ വെറുക്കുക എന്നുള്ള ഒരു ശൈലിയാണത്. ആറാമത്തേത് ഗ്രീക്ക് ഭാഷയിൽ മെറ്റാമില്ലോമായി എന്നുള്ള വാക്ക്. മെറ്റോമില്ലോമായി എന്ന് വെച്ചാൽ പാപത്തിൻ്റെ ഫലത്തിൽ ദുഃഖിക്കുക എന്നുള്ളത്. ഞാൻ പാപം ചെയ്തുകൊണ്ടല്ല ദുഃഖിക്കുന്നത്, പാപത്തിൽ ഇന്ന ദോഷമുണ്ടായതുകൊണ്ട് ഞാൻ തിരിയുന്നു എന്നുള്ള ഒരു രീതിയാണ്. ഏഴാമത്തേത് മെറ്റാനോയിയ എന്നുള്ള വാക്കാണ്. മെറ്റാനോയിയ എന്ന് വെച്ചാൽ പാപത്തോടും പാപത്തിൻ്റെ കാരണത്തോടും ഉള്ള മറുതലിക്കലാണ്. പാപത്തെ ഉപേക്ഷിക്കുന്നു, പാപത്തിൻ്റെ കാരണത്തെ ഉപേക്ഷിക്കുന്നു. നേരത്തെ പറഞ്ഞ പാപത്തിൻ്റെ ഫലത്തെയാണ്. അപ്പോൾ പാപമുണ്ട്, പാപത്തിൻ്റെ കാരണമുണ്ട്, പാപത്തിൻ്റെ ഫലമുണ്ട്. എട്ടാമത്തേത്, ഈ ഏഴാമത്തെയാണ് കൂടുതൽ ഗൗരവത്തിലെടുക്കേണ്ടത് എന്നാണ്, അല്ലെങ്കിൽ കൂടുതൽ പ്രാവശ്യം ഈ പുതിയ നിയമത്തിൽ ഉപയോഗിക്കുന്ന വാക്കിതാണ്. പാപത്തോടും പാപത്തിൻ്റെ കാരണത്തോടും പാപത്തിൻ്റെ ഫലത്തോടുമുള്ള മറുതലിക്കലാണ്. എട്ടാമത്തേത് അമറ്റോമിലറ്റോസ് എന്നുള്ള വാക്കാണ്. അത് മാനസാന്തരമാണ്, പക്ഷേ അത് നമ്മുടെ താല്പര്യം കൊണ്ടോ നമ്മളിൽ നിന്നോ ഉണ്ടാകുന്നതല്ല, മറിച്ച് ദൈവം വരുത്തുന്ന മാനസാന്തരമാണ്. ഒഴിവാക്കാൻ പറ്റാത്ത മാനസാന്തരമാണത്. ഒരു കുഞ്ഞുദാഹരണത്തിന് പൗലോസ് ശ്ലീഹയുടെ മാനസാന്തരം. അത് പൗലോസ് തിരിച്ചറിവ് കൊണ്ട് മാനസാന്തരപ്പെട്ടതല്ല, മറിച്ച് ദൈവം ഇടപെട്ടപ്പോൾ അവന് മാറ്റിവെക്കാൻ പറ്റാത്ത മാനസാന്തരമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ മൂലം ജീവിതത്തിൽ വരുന്ന മാറ്റമാണത്. അത് അപൂർവമായി സംഭവിക്കുന്നതാണ്. അപ്പോൾ ഈ മാനസാന്തരം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഭാവങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥ മാനസാന്തരം നമ്മളുണ്ടാകുക. നമുക്ക് പാപത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാകണം, നമ്മുടെ അവസ്ഥയെക്കുറിച്ചുള്ള ബോധമുണ്ടാകണം. ഇനി മനസ്സ് പരിപൂർണമായിട്ട് ഇതിൽ നിന്ന് ഉപേക്ഷിച്ച് പോകണം. പാപത്തിൻ്റെ കാരണങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റണം. പാപത്തിൻ്റെ ഫലങ്ങളെയും പാപത്തെയും ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകുമ്പോഴാണ് പൂർണ്ണമായ മാനസാന്തരം ഉണ്ടാകുന്നത് എന്നർത്ഥം. ഇതിൻ്റെ ഏതെങ്കിലുമൊക്കെ തലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അത് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പദപ്രയോഗങ്ങളുടെ അർത്ഥങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്.
ഇതിൻ്റെ ഏതെങ്കിലുമൊക്കെ അംശങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുമ്പോൾ അതതിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് വിചാരിച്ചാൽ സാധിക്കും. അതിനുള്ള കൃപ പൂർണ്ണമായ മനസ്സാന്തരത്തിലൂടെ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കാനും ദൈവരാജ്യത്തിൻ്റെ അവകാശിയായി തീരാനുമൊക്കെയുള്ള കൃപ യാചിച്ചുകൊണ്ട് ഈ ബലിയെ നമുക്ക് തുടരാം.